പ്രിയ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ അഞ്ജലി, PTA ഭാരവാഹികളെ, പ്രിയ അധ്യാപകരെ, സ്നേഹവാത്സല്യ നിധികളായ എൻ്റെ പ്രിയ കുട്ടികളെ, ഇന്ന് നവംബർ 14 ചിൽഡ്രൻസ് ഡേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ദിനം. ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. എന്തുകൊണ്ടാണ് ഇന്നേ ദിനം ചിൽഡ്രൻസ് ഡേ ആയി ആഘോഷിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബൈബിളിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയണ്ട എന്ന്. മഹാത്മാവായ ചാച്ചാജിയും കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. നിർമ്മലമായ മനസ്സും നിഷ്കളങ്കമായ സംസാരവും പെരുമാറ്റവും ശിശുക്കളുടെ പ്രത്യേകതയാണ്. അതാണ് അവരുടെ ആകർഷണം. 2020 ഈ ശിശുദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ ശിശു സഹജമായ നൈർമല്യം കാത്തു സൂക്ഷിക്കണം. ലക്ഷ്യബോധത്തോടെ കർമ്മനിരതരായി മുന്നേറണം. നമ്മുടെ ചുറ്റും ധാരാളം ആളുകളും പല പല കാരണങ്ങളും നമ്മെ തളർത്താനായി, നാം ലക്ഷ്യത്തിൽ എത്തിച്ചേരാതിരിക്കാനായി പ്രവർത്തിക്കുന്നുണ്ടാവും. ഒരു ചെറിയ കഥ ഇങ്ങനെയാണ്. ഒരു കൂട്ടം തവളകൾ ഒരു ഉയർന്ന മരത്തിൽ കയറാൻ തീരുമാനിച്ചു. അവർ തീരുമാനിച്ചപ്പോൾ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന തവളകളും മറ്റു ജീവികളും അവരെ നിരുത്സാഹപ്പെടുത്താനായി ആരംഭിച്ചു. മരത്തിൽ കയറി തുടങ്ങിയ തവളകൾ ഓരോരുത്തരായി ഈ ആക്രോശങ്ങളും ബഹളങ്ങളും നിരുത്സാഹപ്പെടുത്തലുകളും കേട്ട് പാതി വഴിക്ക് അവരുടെ ഉദ്യമങ്ങൾ നിർത്തി തോൽവി സമ്മതിച്ചു. എന്നാൽ ഒരു കൊച്ചു തവള ഈ പ്രശ്നങ്ങളോ ഈ ആക്രോശങ്ങളോ പരിഹാസങ്ങളോ ഒന്നും വകവയ്ക്കാതെ തീഷ്ണതയോടെ ശക്തമായി തന്നെ മരത്തിൻ്റെ അഗ്രഭാഗത്തിലേക്ക് എത്തിച്ചേരുവാൻ പരിശ്രമിക്കുകയും അവിടെ എത്തിച്ചേരുകയും വിജയം വരികയും ചെയ്തു. കോവിഡ് മഹാമാരിയുടെ പിടിയിലമർന്ന് കെട്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കുന്ന ഈ അവസരത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ആഘോഷങ്ങളും മറ്റ് പരിപാടികളൊക്കെയുമായി ദിനരാത്രങ്ങൾ തള്ളി നീക്കി കഴിയുകയാണ്. ഈ അവസരത്തിൽ മക്കളെ, നിങ്ങൾ നിരാശപ്പെടരുത്. ഒരു നല്ല നാളെ ഉണ്ടാവും. മഹാമാരിയൊക്കെ മാറി കൂടുതൽ ഉത്സാഹത്തോടെ നമുക്ക് വീണ്ടും ഒത്തുചേരാൻ സാധിക്കും. കൂട്ടുകാരെ കാണാനും അവരോടൊത്ത് കളിക്കാനും ചിരിക്കാനും പഠിക്കാനുമുള്ള ഒരവസരം തീർച്ചയായും വരും. ഒരു നല്ല നാളെ നമ്മെ കാത്തിരിപ്പുണ്ട് എന്ന് നിരന്തരം ഓർക്കുക. ആ പ്രതീക്ഷ, ആ പ്രത്യാശ നിങ്ങളുടെ എല്ലാ ആകുലതകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് ശക്തി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാതാപിതാക്കളെ അനുസരിച്ച്, നിങ്ങളുടെ അധ്യാപകരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് കൃത്യമായി പഠിച്ച് സമയം ഉത്തരവാദിത്ത ബോധത്തോടെ ചിലവഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ലക്ഷ്യബോധത്തോടെ മുന്നേറിയ ആ തവളയെ പോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ ധൈര്യപൂർവ്വം നേരിടുന്നതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ മക്കളെ, നിങ്ങൾ ഓരോരുത്തർക്കും വളരെ സന്തോഷപ്രദമായ ഒരു ശിശുദിനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നന്ദി. നിർത്തുന്നു. ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. 2020-21 അധ്യയന വർഷത്തെ ഓൺലൈൻ ശിശുദിന ആഘോഷങ്ങൾക്ക് മുഖ്യ അതിഥിയായി എത്തുന്ന നമ്മുടെ കോർപ്പറേറ്റ് മാനേജരും അമല പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ വീണ, സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നവംബർ 14 ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തിരുന്ന അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ കണക്കിലെടുത്താണ് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം
1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27, അതായത് മരണം വരെ പ്രധാനമന്ത്രിയായി തുടർന്നു. മതനിരപേക്ഷതയുടെ ശാസ്ത്ര പുരോഗതിയുടെ സഹവർത്തിത്വത്തിൻ്റെ വഴിയിലൂടെ അദ്ദേഹം രാജ്യത്തെ മുമ്പോട്ട് നയിച്ചു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നാം അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന അദ്ദേഹം IIMS, IIT, IIM, NIT തുടങ്ങിയ ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുവാൻ സുപ്രധാന പങ്കുവഹിച്ചു. ഭാവി ഇന്ത്യക്കായി കുട്ടികളെ ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരാക്കി വളർത്തുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുദിനവും. നിങ്ങൾ ഒരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷത്തൈ നടുക. ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. ചാച്ചാജി കുട്ടികൾക്ക് നല്ല ആശയങ്ങളുടെ വക്താവും ജനക്ഷേമ ലക്ഷ്യങ്ങളുടെ നേർവഴി കാണിച്ചു തന്ന ജനനായകനുമായിരുന്നു. സമൂഹത്തിലെ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് അവയെ വേരോടെ പിഴുതെറിയുവാനും മനസ്സിൽ നന്മയുടെ, സ്നേഹത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ പൂക്കൾ വിടർത്തുവാനും എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾക്കാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.
എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ചാച്ചാജി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നവംബർ 14 ശിശുദിനം. കുട്ടികളെയും പനിനീർ പൂവുകളെയും എനിക്ക് ഏറെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിഷ്കളങ്കതയുടെ പര്യായങ്ങളായ കുട്ടികളായ നിങ്ങൾ എന്നെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും നല്ല വിദ്യാഭ്യാസം നേടുകയും ഇന്ത്യയുടെ ഭാവി ശക്തിപ്പെടുത്തുകയും വേണം. ഭാവിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന്റെ പ്രധാന ഘടകം നിങ്ങൾ കുട്ടികൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അളവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി മുൻനിർത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൊറോണ എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങളിൽ ശിശുദിന പരിപാടികൾ ഗംഭീരമായി നടത്തുവാൻ പറ്റില്ല എന്ന വിഷമം ഉണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിനും ഇത്തരം പരിപാടികൾക്കും തടസ്സം വരാതിരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പും ഓൺലൈനായി നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ വിവരങ്ങളും എത്തിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. 5 മാസമായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സഹപാഠികളെയും അധ്യാപകരെയും കാണാതെ വീട്ടിൽ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് 1000 അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം പരിഹരിച്ചു തരുന്ന പ്രിയപ്പെട്ട അധ്യാപകന്മാർക്കും അതുപോലെ നിങ്ങളുടെ ഹെഡ്മിസ്ട്രസിനും എല്ലാവർക്കും എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. കൂടാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓൺലൈനായി പഠനത്തിനായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാതെ വയ്യ. എന്റെ മക്കളോട് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ജയിലിൽ നിന്നും എഴുതിയ എന്റെ പുസ്തകമായ ഒരച്ഛൻ മകൾക്കയച്ച കത്ത് നിങ്ങൾ എല്ലാവരും വായിക്കണം. എന്താണെന്ന് വെച്ചാൽ മക്കളോടുള്ള വാത്സല്യവും സ്നേഹവും അതിലുണ്ട്. അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നതിന്റെ ഓർമ്മ പുസ്തകമാണത്. എല്ലാവരും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള പൗരന്മാരായി വളർന്ന് നമ്മുടെ വീടിനും നാടിനും രാജ്യത്തിനും വേണ്ടി നന്മ മാത്രം ചെയ്യുമെന്ന് ഈ വർഷത്തെ ശിശുദിനത്തോടനുബന്ധിച്ച് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ചാച്ചാജി. മക്കളെ, ഇതൊരു സാധാരണ PVC പൈപ്പാണ്. ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട, മുറിച്ചു മാറ്റപ്പെട്ട, അല്ലെങ്കിൽ വേറെന്തിനോ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു സാധാരണ PVC പൈപ്പ്. ഇതൊരു നല്ല കലാകാരൻ ഭാരങ്ങളൊക്കെ ഇട്ട് സ്വരസ്ഥാൻ ക്ലിയറാക്കി എനിക്ക് തന്നതാണ്. അതിലാണ് മനോഹരമായ ഒരു സംഗീതം ഉണ്ടായിട്ടുള്ളത്. അതുപോലെയാണ് മക്കളെ, പഠനത്തിൽ സ്വല്പം പിന്നോക്കമായേക്കാം, ശ്രദ്ധ കുറച്ച് കുറഞ്ഞേക്കാം, ടീച്ചർ പറയുന്നത് മനസ്സിലാക്കുന്നതിൽ അല്പം പ്രയാസം നേരിട്ടേക്കാം, സ്വല്പം മടിയൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ കൂടെ അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്. ഭാവിയേക്ക് രഹസ്യഹേ, ഭാവികാലം ഒരു രഹസ്യമാണ്. നമ്മൾ ഭാവിയിൽ ആരായിത്തീരുമെന്ന് ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. ഇന്ന് സ്വല്പം കുറഞ്ഞാലും നാളെ അധികമാകും, അത് കൂടുതലാകും. ഇതിനുവേണ്ടി മാത്രം നമുക്ക് ഇപ്പോഴേ പരിശ്രമിക്കുക. ഈ നല്ല സുദിനത്തിൽ
എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ മനോഹരമായ ശിശുദിന ആശംസകൾ നേരുന്നു. Respected headmistress, teachers and all my dear children, it's a pleasure to see you again. As we all know, today is a very special occasion. November 14th is celebrated as Children's Day. This is the day of each and every child in the country. Some may think that how these tiny toys can change the nation. Yes, they can. Because today's children are the responsible citizens and leaders of tomorrow. Dear children, let us also remember that Children's Day is also a day to imbibe the values such as sense of order, beauty, discipline, and above all, innocence. The first ever Children's Day was celebrated in 1954. I must admit that teachers and parents also plays a major role in developing the young ones and leading them into greatness. It is through the enthusiasm and aspiration of the children of our country that can we manage to achieve the glory that Indian society deserves. Dear children, today's day of technology, of busy lives, where the only complaint we all have is lack of time, lack of personal contact. But I must say that all these barriers that are built up are only in our minds. Each one of you can find a solution for this. You can share your time and your memorable moments with your beloved ones. But far from cherishing the children who are our future and our nation's building block, the children of our country are still fighting for basic education and healthcare. I do not find a better day to put forth some of the most alarming data that has come to light. India is one of the leading countries in the continent of Asia when it comes under the employment of child labor. A whopping 33 million children are employed in different industries. Many of the Indian children are engaged in the hazardous occupations such as matchbox making, stone cutting, etc. We are consigning their future and our own to the darkness by not standing against this evil and not making primary education available to each child. If only each of us makes a concentrated step towards getting rid of India from this evil, will our country succeed in becoming a truly free nation that we have dreamed of. Dear children, let us be also a part of this. Let us also be an example by standing against the child labor. Hereby I conclude once again extending my warmest greetings and wishes on the Children's Day. Let's celebrate this day with joy, and we can also remember our responsibilities to work towards a better society, a better India. Thank you. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರಕರ ಪಿನಾಗಧರ ಸುಂದರಧರ ಪಿನಾಗ ಧರ ಗಂಗಾಧರ ಗಜ ಚಾರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚಾರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ.
ಸೂರ್ಯ ಏನೇನೋ ನೇನೇನೋ ನೇನೇನೇನೋ മുഞ്ചപ്പാടത്തെ പൊന്നാടിൻ പാടത്തെ അറിയാത്തി പെണ്ണിവൾ ചിരുതേ അപ്പനെ കാണുവാൻ ആരെല്ലാമോ വന്നേ ഏതോ കാര്യം കേമാമായി ചൊല്ലുന്നേ എന്താണാ ഏതാണാവോ ഏനൊന്നറിയാതെ എത്തിച്ചു കേട്ടല്ലോ സിനിമയിലെടുക്കുമത്രേ ഏനെ നായികയാക്കുമത്രേ Harsha Suresh, 7th E. ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊഞ്ഞലാടും തെന്നലേ തെന്നലേ അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊഞ്ഞലാടും തെന്നലേ തെന്നലേ വെയിൽ വന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തെന്നലേ വെയിൽ വന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തെന്നലേ ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ എല്ലാരും കൊത്തന എല്ലാരും കൊത്തന കല്ലാനി നെഞ്ചിലങ്ങ് കരി കല്ലാന് നെഞ്ചിലങ്ങ്
ഭയന്നിടില്ല നാം ചെറുത്തു നിന്നിടും കൊറോണ എന്ന ഭീകരന്റെ കഥ കഴിച്ചിടും തകർന്നിടില്ല നാം കൈകൾ ചേർത്തിടും നാട്ടിൽ നിന്നു നീതി ഭക്തകന്നിടും വരെ തകർന്നിടില്ല നാം കൈകൾ ചേർത്തിടും നാട്ടിൽ നിന്നു നീതി ഭക്തകന്നിടും വരെ കൈകൾ നാം ഇടയ്ക്കിടയ്ക്ക് സോപ്പ് കൊണ്ടു കഴുകണം തുമ്മിടുന്ന നേരവും ചുമച്ചിടുന്ന നേരവും കൈകളാണോ തുണികളാണോ മുഖം മറച്ചു ചെയ്യണം കൂട്ടമായി പൊതുസ്ഥലത്തെ ഒത്തുചേരൽ നിർത്തണം കൂട്ടമായി പൊതുസ്ഥലത്തെ ഒത്തുചേരൽ നിർത്തണം രോഗമുള്ള രാജ്യവും രോഗിയുള്ള ദേശവും എത്തിയാലോ താണ്ടിയാലോ മറച്ചു വച്ചിടില്ല നാം രോഗമുള്ള രാജ്യവും രോഗിയുള്ള ദേശവും എത്തിയാലോ താണ്ടിയാലോ മറച്ചു വച്ചിടില്ല നാം ഭയന്നിടില്ല നാം ചെറുത്തു നിന്നിടും കൊറോണ എന്ന ഭീകരന്റെ കഥ കഴിച്ചിടും രോഗലക്ഷണങ്ങൾ കാൺകിൽ ദിശയിൽ നാം വിളിക്കണം ചികിത്സ വേണ്ട സ്വന്തമായി ഭയപ്പെടേണ്ട ഭീതിയിൽ രോഗലക്ഷണങ്ങൾ കാൺകിൽ ദിശയിൽ നാം വിളിക്കണം ചികിത്സ വേണ്ട സ്വന്തമായി ഭയപ്പെടേണ്ട ഭീതിയിൽ ഹെൽത്തിൽ നിന്നും ആംബുലൻസ് മാറുമെത്തും ഹെൽത്തിനായി ബസ്സിലേറി പൊതുഗതാഗതത്തിലില്ല യാത്രകൾ പരത്തിടില്ല കോവിഡിൻ ദുഷിച്ച ചീത്തണുക്കളെ മറ്റൊരാൾക്കും നമ്മിലൂടെ രോഗമെത്തിക്കില്ല നാം മറ്റൊരാൾക്കും നമ്മിലൂടെ രോഗമെത്തിക്കില്ല നാം ഓക്കിയും സുനാമിയും പ്രളയവും കടന്നുപോയി ധീരരായി കരുത്തരായി നാം ചെറുത്തതോർക്കണം ചരിത്ര പുസ്തകത്തിൽ നാം കുറിച്ചിടും കൊറോണയെ തുരത്തി വിട്ട് നാടുകാത്ത നന്മയുള്ള മധ്യരാ ചരിത്ര പുസ്തകത്തിൽ നാം കുറിച്ചിടും കൊറോണയെ തുരത്തി വിട്ട് നാടുകാത്ത നന്മയുള്ള മധ്യരാ My beloved children, you are the best creation of God because you spread joy and happiness everywhere. I wish you a very happy Children's Day. പ്രിയ കുഞ്ഞുങ്ങളെ, സന്തോഷത്തിൻ്റെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറന്നു വരും. അടഞ്ഞ വാതിൽ തന്നെ നോക്കുന്നത് കൊണ്ടാണ് തുറന്ന വാതിലുകൾ കാണാൻ സാധിക്കാത്തത്. നിങ്ങൾ തുറന്ന വാതിലുകൾ ശ്രദ്ധിക്കൂ, ജീവിത വിജയം നേടൂ. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഒരു പുഷ്പത്തിൻ്റെ നൈർമല്യത്തേക്കാൾ വളരെ മനോഹരമാണ് ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരി. എൻ്റെ എല്ലാ മക്കൾക്കും ശിശുദിന ആശംസകൾ. കുട്ടികളെ, നവംബർ 14 നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനമാണല്ലോ. ആ ദിവസത്തെ ഓർമ്മയ്ക്കായി നമുക്ക് ഒരു നെഹ്റു തൊപ്പി ഉണ്ടാക്കി പഠിക്കാം. എല്ലാവരും പേപ്പർ എടുത്ത് ഞാൻ മടക്കുന്നതുപോലെ മടക്കുക. നമസ്കാരം. എല്ലാ കുട്ടികൾക്കും ചിരിക്കാനാവുന്ന ഒരു നല്ല ലോകം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
എൻ്റെ എല്ലാ പ്രിയ മക്കൾക്കും സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ. There are something which we can't buy. One of such thing is our childhood. Enjoy the spirit of this day. My dear little ones, wish you all a very happy Children's Day. Thank you. Hello children, always be what you are. Put a smile on your lips and keep going. Not just today, every day is yours. Happy Children's Day. Hello my dear children, you are the image of God. Let us celebrate the spirit of childhood on this day. Happy Children's Day. Hi my dear children, happy Children's Day. Miss you all. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സ്നേഹത്തോടെ ശിശുദിനാശംസകൾ നേരുന്നു. Today's children are tomorrow's citizens. I wish all my little ones a very happy Children's Day. Children are not things to be molded, but are people to be unfolded. Happy Children's Day. സെന്റ് മേരീസിന്റെ എല്ലാ മക്കൾക്കും ശിശുദിനത്തിന്റെ 1000 മംഗളാശംസകൾ. Childhood is all about joy, cheerfulness, playfulness and innocence. From the child in me to the child in you, I wish you a happy Children's Day. The sweetest spirit of anyone's life is their childhood. A very happy Children's Day to all my little ones. Spend this day with unlimited fun. ടീച്ചറിന്റെ പൊന്നു മക്കൾക്ക് സ്നേഹത്തിൽ ചാലിച്ച ശിശുദിനാശംസകൾ. തേജാനിൽ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂരിലെ 9ാം തരം വിദ്യാർത്ഥിനിയാണ്. നമസ്കാരം. ഒറ്റയ്ക്കു പോകേണ്ടവൾ നീ ഒരു ദിനം, ഒറ്റയ്ക്കുറങ്ങി ഉണരാൻ പഠിക്കുക. ശ്രീ സച്ചിദാനന്ദന്റെ 20 വയസ്സായ മകൾക്ക് ഒരു താരാട്ട് എന്ന കവിതയിലെ ഏതാനും ചില വരികൾ. രാവു മുതിർന്നു കിളി പോയി, നീലിച്ച പാതയിൽ ചന്ദ്രൻ ചുകന്നു, വിളക്കണച്ചാലും ഇമയണിക്കാതെ നീ കാക്കുവതാരെ, അടുക്കു കുമിഞ്ഞു കൂടുന്നൊരേ കോണിൽ വരാ ഏതു പാതിരാ സൂര്യനെ ഇല്ല ഉറങ്ങുകി ചന്ദ്രനും വ്യാളിതൻ പല്ലു മുളപ്പതിൻ മുൻപ്, നിൻ സ്വപ്നവും കല്ലിച്ചിടും മുമ്പ്, ലജ്ജയാൽ അച്ഛന്റെ എല്ലു കറുത്തു പോം മുമ്പ്, കുറുനരിയൻ മണത്തെത്തിടും മുമ്പ്, ദൈവങ്ങൾ മിണ്ടാതെ കത്തിക്കു മൂർച്ചയാകും മുമ്പ്, കണ്ണടയ്ക്കോ മറന്നേക്കോ നീ പെണ്ണെന്ന്, മുന്നിൽ നരകമെന്ന് പേടിയാണച്ഛന് നീ വരാൻ വൈകിയാൽ, പേടി നിൻ തോഴരെ കാൺകെ അതിലാരുമാരും ഒരു ദിനം എന്നൊറ്റുകാരനായി വ്യാപാരിയായി കാക്കിയിട്ട കടുവയായി പാതി മുതലയായി പാതി കരടിയായി രാവിൽ രൂപാന്തരം കൊള്ളും പ്രഭുതയായി, പ്രേതലോകം വലുതായി നമുക്കിടം തീരെ
ചെറുതായി ശ്വസിക്കലേ മൃത്യുവായി. അച്ഛനെപ്പോൽ അലിയാതെ ഉരുക്കാവുക, അമ്മയെപ്പോൽ ഉരുകാതെ കല്ലാവുക. ഒറ്റയ്ക്കു പോകേണ്ടവൾ നീ ഒരു ദിനം, ഒറ്റയ്ക്കുറങ്ങി ഉണരാൻ പഠിക്കുക. പൂട്ടുക കണ്ണുകൾ സ്വപ്നത്തിലെങ്കിലും, കൂട്ടിലടയ്ക്കാത്ത പക്ഷിയെ കാണുവാൻ. നന്ദി. ഞാൻ ദേവനന്ദ ഗിരീഷ്. ഞാൻ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യുവകവി ശ്രീ വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂവ് എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലിപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവെള്ള പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ല പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുന്നിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളെ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം
കാത്തിരിക്കാൻ. എൻ്റെ ഒരു മാജിക് ഇനം നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മുന്നിൽ ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. അത് അടപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഒരു ചെറുനാരങ്ങ. ഇതിൻ്റെ അടപ്പ് ഞാൻ ഊരുകയാണ്. ഈ ചെറുനാരങ്ങ സ്വാഭാവികമായും ഇതുവഴി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പെടുത്താൻ സാധിക്കില്ല. ഓക്കെ, ഇനി ഞാൻ ഇതിൽ വരുത്തുന്ന മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയുണ്ട് എൻ്റെ മാജിക്? എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു പച്ചപ്പൂവാണ്. ഇതിന് ഞാൻ ഈ പേപ്പറിൽ ചുറ്റാൻ പോകുന്നു. എന്റെ മാന്ത്രിക ഉപയോഗിച്ച് ഇതിൽ മാന്ത്രിക വിദ്യ വെച്ചിരിക്കുന്നു. ഈ പച്ചപ്പൂവിനെ ഞാനൊരു റോസ് പൂവായി മാറ്റിയിരിക്കുന്നു. മഞ്ഞപ്പൂ ഈ പേപ്പറിനുള്ളിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇതിന്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഈ പേപ്പർ ഞാൻ മാറ്റുകയാണ്. എങ്ങനെയുണ്ട് എന്റെ മാജിക്? Every child we encounter is God's appointment. Wishing you all Happy Children's Day. നല്ലത് വായിച്ചും നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ചും പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന നല്ല ആളുകളുമായി സമ്പർക്കം പുലർത്തുകയും നിങ്ങൾക്ക് സമർത്ഥരും ഊർജ്ജസ്വലരും ആയ ഒരാളായി മാറാം. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ശിശുസഹജമായ നിഷ്കളങ്കതയും നൈർമല്യവും എന്നും കാത്തു സൂക്ഷിക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ പ്രിയ കുട്ടികൾക്കും ശിശുദിനാശംസകൾ നേരുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ശിശുദിനാശംസകൾ. സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല മനുഷ്യരാകാൻ നിങ്ങൾ ഏവർക്കും സാധിക്കും. Dear children, you are our most valuable resource. Every child is gifted. Every child is a different kind of flower, and all together they make this world a beautiful garden. On a special day, I wish you all a happy Children's Day. Keep smiling, be healthy, be safe. Thank you. എല്ലാവർക്കും നമസ്കാരം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു നല്ല സമൂഹത്തിനായി നമുക്ക് നിലകൊള്ളാം. എൻ്റെ എല്ലാ പ്രിയമക്കൾക്കും സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ. Children are blessings from heaven. Let's make this world a safe and an enjoyable place for our kids. Happy Children's Day. പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, ശൈശവവും ബാല്യകാലവുമൊക്കെ ജീവിതത്തിന്റെ സുപ്രധാനമായ കാലഘട്ടങ്ങളാണ്. ജീവിതത്തിന്റെ ഏത് മേഖലകളിലെത്തിയാലും ബാല്യത്തിന്റെ നൈർമല്യം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും ശിശുദിനാശംസകൾ. हम हैं देश की प्रगति के आधार. हम करेंगे चाचा नेहरू के सपने साकार. प्यारे बच्चों, बाल दिवस की हार्दिक शुभकामनाएं. आज आपका दिन है. सबको शिशु दिन की हार्दिक शुभकामनाएं. എല്ലാ കുട്ടികൾക്കും എൻ്റെ ശിശുദിന ആശംസകൾ. आपकी मुस्कान आपके चेहरे पर
ഗേൾസ് സ്കൂളിലെ പ്രിയ വിദ്യാർത്ഥിനികൾക്ക് ശിശുദിനാശംസകൾ നേരുന്നു. സെന്റ് മേരീസിലെ എല്ലാ കുട്ടികൾക്കും ശിശുദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. പ്രിയപ്പെട്ട മക്കൾക്ക് സന്തോഷകരമായ ഒരു ശിശുദിനം ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും നല്ല സൃഷ്ടി എന്ന് പറയുന്നത് ശിശുക്കളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും ശിശുക്കളെ പോലെ ആയിരിക്കാൻ സാധിക്കട്ടെ. എല്ലാ പ്രിയ മക്കൾക്കും ഞങ്ങൾ എല്ലാ അധ്യാപകരുടെയും പേരിൽ ശിശുദിനാശംസകൾ. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ് ശൈശവത്തിലേത്. നോക്കൂ, ഈ പൂവുകളെ പോലെ വിടർന്ന് പ്രശോഭിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശിശുദിനത്തിന്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. Dear students, we present rhythmic and inspiring chords before you. Dear children, break the malicious chain of ignorance. Break a marvelous chain of social distance. Remove the unhealthy habit of arrogance. Bloom where you are planted and spread the fragrance. May Almighty God bless you in abundance. Happy Children's Day. Strive hard to achieve academic excellence. Your attitude makes a huge difference. Sanitize your negative thoughts with confidence. Wear the magical mask of innocence. Unlock your unlimited potential and glow in any consequence.